ഹായ്, ഇതാണ് നമ്മുടെ ചീര. മൊട്ടച്ചീരയെന്ന് ഇതിനെ പറയും. ചിലവർ ഇതിനെ സാമ്പാർ ചീരയെന്നും ചിലർ ഇതിനെ മഷിത്തണ്ട് ചീരയെന്നും പറയും. ഇതിപ്പോ ഒരു ശകലം ഒരു തണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇഷ്ടം പിടി ഉണ്ടാകും കേട്ടോ. ഇതിന് വേറൊന്നും വേണമെന്നില്ല, അങ്ങനെ അങ്ങോട്ട് ഒടിച്ചൊടിച്ച് കുത്തി വെച്ചാലും മതി. ഇത് ഇഷ്ടം പിടി ഉണ്ടാകും. ഇതിപ്പോ ഒടിഞ്ഞു കരിഞ്ഞ് വേനൽക്കാലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അത് അവിടെ തന്നെ മുളച്ചു വരികയും ചെയ്യും കേട്ടോ. ഇതിങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുന്നത്. ഇലയുള്ള കൂടുതലുള്ള ഭാഗം വെച്ച് ഒടിച്ചെടുക്കുക. എളുപ്പം ഒടിഞ്ഞു വരും. മഷിത്തണ്ടിന്റെ അത്രയും കനുവേ ഇതിനുള്ളൂ. പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, നല്ല വയലറ്റ് കളർ പൂക്കൾ. അപ്പൊ നമ്മൾ ഇതെല്ലാം കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് മുറത്ത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ആ പൂവ്. ഈ പൂവൊന്നും ഈ കറിക്ക് ആവശ്യമില്ല കേട്ടോ. ഇത്രയും മനോഹരമായിരിക്കും ഈ കറി ഉണ്ടാക്കി കഴിക്കുമ്പോഴും. നമുക്ക് ഈ പൂ മാറ്റിയിട്ട് നിന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തോണ്ട് ഒലമ്പി കഴുകി കൊണ്ടുവരാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പം എട്ടുകാലിയോ മറ്റു കീടങ്ങളോ പൊടിയോ മണ്ണോ ഒക്കെ കാണും. അതെല്ലാം കഴുകി എടുത്തോണ്ട് എളുപ്പം നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പോകും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഒക്കെ നോക്കി നമുക്ക് കുക്ക് ചെയ്യാം. ഇതിന്റെ ഈ ഇടയ്ക്ക് കാണുന്ന ഈ തണ്ട് ഇതൊന്ന് പ്രത്യേകം കാണിച്ച് ഇത് കളയണമെന്ന് കാണിക്കാനാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് കളഞ്ഞിട്ട് നമുക്ക് ഈ ഇല എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് ഇതുപോലെ അരിഞ്ഞരിഞ്ഞ് മുഴുവനായിട്ട് എടുക്കാം. പ്രത്യേക അളവ് നീളമൊന്നും ഇല്ല കേട്ടോ, എളുപ്പം വെന്ത് വരുന്നതായതുകൊണ്ടാണ്. ഇനി കുറച്ച് ചുവന്നുള്ളി, ഒരു 10-20 ചുവന്നുള്ളിയും ഒരു 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എന്റേത് ഒരുമാതിരി പഴുക്കാറായതാണ്, നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം. ഇനി ഒരു 2 വലിയ വെളുത്തുള്ളി, അത് ഞാൻ ഇതിലോട്ട് ചതച്ചെടുത്തു. ഇപ്പൊ മൊത്തത്തിൽ ചതച്ചെടുത്തേ. നാടൻ രീതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരകല്ലിലെ വെച്ച് ചതച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കാം. ഇതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ, അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് വെക്കണം. ഇനിയുള്ള ചെറിയ പരിപാടികൾക്ക് കടുകിടുക, എളുപ്പം പൊട്ടി വരും. നേരെ അതിലേക്ക് വറ്റൽ മുളക്, അത് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ടിടാം. ഞാൻ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പൊ നമ്മുടെ ചതച്ചെടുത്ത എല്ലാ ഇൻഗ്രീഡിയന്റും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ശകലം കറിവേപ്പില ഈ സമയത്താട്ടോ ഞാനിടുന്നത്. ഇപ്പൊ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ലാതെ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഈ വഴന്നു വന്ന ഇതിലേക്ക് നമ്മള് ചീരയുടെ ഇല അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ്. എളുപ്പം ഇത് അവിഞ്ഞു വരും. ഒന്ന് ചൂടൊന്ന് കയറിയാൽ മതി. ഞാനിപ്പം ഹൈ ഫ്ലെയിമിലല്ല ഇട്ടേക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലും തൊട്ട് താഴെ ലോ ഫ്ലെയിമിനും ഇടയ്ക്കാണ് ഇട്ടേക്കുന്നത്. ഇതുണ്ടല്ലേ, ഇപ്പൊ ഇട്ടപ്പോ ഇത്രയും ഉണ്ട് കേട്ടോ. ഈ ചട്ടി നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണേ. തേങ്ങ ചേർക്കണം എന്നുള്ളവർക്ക് തേങ്ങ വെച്ച് ചേർക്കാം കേട്ടോ. 2-3 ഇളക്കി കഴിയുമ്പോഴത്തേനും ഇത് എളുപ്പം കുറഞ്ഞു വരും. ആവശ്യത്തിന് ഉപ്പ് കൂടി ശകലം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഉപ്പുനീരുണ്ടെങ്കിൽ ഉപ്പുനീര് ചേർക്കാം കേട്ടോ. ഏറ്റവും നല്ലത് അതാണ്. കണ്ടല്ലേ, ഇപ്പൊ അത് ചട്ടിയുടെ ആ വൈരത്തേന്ന് തൊട്ട് താഴെയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കേണ്ടി വരില്ല കേട്ടോ. വെള്ളം വേണേൽ തളിച്ചു കൊടുത്തോ, പക്ഷെ ഇതിനകത്തൊരു വെള്ളം ഒഴിക്കണ്ട. കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കൊള്ളും. കണ്ടല്ലേ, ഇപ്പൊ മഷിയുടെ ഇല പോലെ അതിനൊരു വെള്ളമയം കണ്ടോ. അത് അരിയുമ്പോ തന്നെ നമുക്കത് മനസ്സിലാകും. ഇതിപ്പോ എന്തേരം ഉണ്ടായിരുന്നു, ഇതിപ്പോ നേർ പകുതിയിലേക്ക് വരുവാണ്. അടിയിലുള്ളതെല്ലാം ഒരുമാതിരി വെള്ളം പോലെ വന്നിട്ടുണ്ട്. ഒരുപാട് വേഗമുള്ള സമയമൊന്നുമില്ല. ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കറിക്ക് വേണ്ടിയിട്ട് ഒരു ഇലക്കറി വെക്കണമെങ്കിൽ ഇങ്ങനത്തെ ചീരകൾ ഉണ്ടെങ്കിൽ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു 5-10 മിനിറ്റ് മതിയാവും. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് അടച്ചാൽ മതി. എളുപ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടും. കണ്ടോ, ഇതിലെ വെള്ളമയം കണ്ടോ. ഞാനിപ്പോ ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഇതാ തുറന്നു നോക്കിയതാണ്. ഇതുണ്ടല്ലേ ഇതിലെ വെള്ളം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് കരിഞ്ഞു പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട, ധൈര്യമായിട്ട് അടച്ചു വെക്കാം. ഞാനിപ്പോ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇതിപ്പോ കറക്റ്റ് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടേത് വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കി നമുക്ക് ഇതിന്റെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇത്രയും പണിയുള്ളൂ. കണ്ടില്ലേ, എളുപ്പം തന്നെ തയ്യാറായി കഴിഞ്ഞു. ഇനി വേണേ തീയൊക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ട് ചെയ്യാം കേട്ടോ. തുറന്നു വെച്ചിട്ടൊന്ന് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാട്ടോ. ഇപ്പൊ വെന്തിട്ടുണ്ട്, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി വേറെ ഒന്നും ചേർക്കാനില്ല. എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കറിക്കൂട്ടാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ അടുക്കള വശത്തൊക്കെ ഉണ്ടാകുന്ന ചീരയാണിത്. കണ്ട, നല്ല ചൂട് ചോറിന്റെ കൂടെ ഒരു ശകലം മോരും കൂടെ ഒഴിച്ച് അതിന്റെ കൂടി പിടിപ്പിക്കാവുന്ന ഇതാണ്. കഞ്ഞിയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത്രയും രീതിയിലേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി ഇച്ചിരൂടെ വറ്റിക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യുവാണേ. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആവശ്യാനുസരണം എടുത്ത് ചോറുണ്ടാനായിട്ട് പോകാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല ഗ്രീൻ കളർ ഡ്രസ് ഇട്ട മാതിരി ഇരിക്കുന്നത്. അടിപൊളിയല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല കമന്റ്സുകൾ വേണേ അയക്കാം. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇതിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും മറക്കരുത്.